നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഈ ജാതിക്ക കൃഷിയെ പറ്റിയാണ്. ഈ ജാതിമരമാണ് കാണുന്നത്. ഇത് നമ്മുടെ തോട്ടത്തിലുള്ളതാണ്. ഈ കഴുകൻ തോട്ടത്തിൻ്റെ ഇടയിലാണ് ഈ ജാതിമരം കൃഷി ചെയ്യുന്നത്. ഇതിന് തണുപ്പ് വേണം, നല്ല കായ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ 2-3 അറിവ് കഴിഞ്ഞതാണ്. ഇതുപോലത്തെ ഈ ജാതിക്ക മരമാണ് ഈ ജാതി. ഈ കായ നമ്മൾ പൊട്ടിക്കും കണ്ടില്ലേ. ഇത് കുറച്ച് ഒരു ദിവസം 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂപ്പായി ഇത് തന്നെ പൊളിഞ്ഞു പോരും. ഇതിന് അടർന്നെടുക്കും. എന്നിട്ട് അതിന് ജാതിക്ക, ജാതിപത്രി ഇതെല്ലാം കിട്ടും. അതുപോലെ ഇത് താഴെ കാണിങ്ങനെ കിടക്കാടി കിടക്കേണ്ടത് പോലത്തെ ഇതുപോലെ കായ അവിടെ കാണിച്ചു തരാൻ കുറേ ഈ മരത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലുള്ള അടിയത്തെ അറുത്ത് കഴിഞ്ഞു. ഇനി അതാ മുകളിൽ അടിയില്ലേ. അതെ, ഇതുപോലെ തന്നെ മുകളിലൊക്കെ നിറച്ചുണ്ട്. അത് തോട്ടിയിട്ട് കുലുക്കലാണ്. തോട്ടി വെച്ചിട്ട് കുലുക്കിയിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് ഫുള്ളാക്കിയാണ്. അതിന് വേണിയൊന്നുണ്ട്. ഈ കൊക്കുണ്ട്, ആ കൊക്കെടുത്തിട്ട് നമ്മൾ കുലുക്കി ചാടിച്ചിട്ട് ഫുള്ള് പൊറുക്കി എടുത്തിട്ട് വച്ചെടുത്തിട്ട് മുറിച്ചു. എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കാണ്. എല്ലാ ഭാഗം ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ തോട്ടത്തിൽ നിന്ന് അറുത്ത് കൊടുന്ന ജാതിക്ക. ഇതൊക്കെ ഇതൊക്കെ പൊളിക്കാനുള്ളതാണ്. ഈ ചാക്കിൽ ഉള്ള ഫുള്ള് പൊളിക്കാനുള്ളതാണ്. ഇത് പൊളിച്ചിട്ട് വേണം ഇതുപോലത്തെ എടുക്കാനുള്ളത് കേട്ടോ. ഈ ചാക്കിൽ ഉണ്ട്. ഇനി ബാക്കിയൊക്കെ അവിടെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് പൊളിച്ചത്. ഇനി കുറച്ചും ഉണക്കണ്ട്. അതിൻ്റെ ഒരാഴ്ച മുമ്പ് പൊളിച്ചതാണ് ഇത്. ഓരോ ദിവസം പൊളിക്കുന്ന ഇങ്ങനെ വേറെ വെക്കുകയാണ് അല്ലേ. പിന്നെ അതിൽ ഇത് ജാതിപത്രിയാണ്. ജാതിപത്രി ഫസ്റ്റ് പൊട്ടി. ഇതെല്ലാം പൊടിഞ്ഞു പോകുന്ന ചെറിയ ഐറ്റംസ്. പിന്നെ ഈ ജാതിക്കിൽ നിന്ന് തന്നെ ഫസ്റ്റ് സെക്കൻഡ് ക്വാളിറ്റിയാണുണ്ട്. നേരത്തെ വീണ് കിടക്കണ പൊളിക്കുന്നത്. അപ്പോൾ ഈ മരം മാത്രം കണ്ടിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ തൈയാണിത്. ഇതിന് 4-5 വർഷം ആകുമ്പോഴത്തേന് കായ കൊടുക്കുന്നത്. ഇത് വലുതായി ഇങ്ങനെ വരുന്നത്. അപ്പുറത്ത് വെയ്യത ഇതുപോലത്തെ തൈകൾ കുറേ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ കായുണ്ട് എല്ലാ ഭാഗത്തും. ഇതുപോലത്തെ ഇവിടെയൊക്കെ എല്ലാം കായുണ്ട്. അതൊരു മരമാണ്. കുഴപ്പമില്ല. ഇതൊക്കെ മരമാണ്. ഒക്കെ ജാതി മരമാണ്. ഈ ജാതി മരമാണ്. ഈ ജാതി മരമാണ്. അത് ജാതി മരമാണ്. ഇത് ജാതി മരമാണ്. ഇതൊക്കെ ഫുള്ള്. അപ്പോൾ ഇതാണ് ജാതിക്ക. ഇത് എന്ത് ചെയ്യുന്ന ഈ മണി കഴിയുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു വരിക. ഇത് പൊളിഞ്ഞിട്ടതാ. ഇതാണ് ജാതിക്കൻ്റെ. ഇതിൽ നിന്നാണ് ഈ കുരുടുക്കണം. ഉണ്ടല്ലേ. ഇങ്ങനെ കുരുടുക്കണ്ടില്ലേ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഓടും ഒഴിവാക്കുക. ഇതാണ് ജാതി. ഇതാണ് ജാതി പത്രിക. ഇതിൻ്റെ മേലുള്ളത് അല്ലേ. ഇത് ജാതി പത്രിക. ഈ ജാതി പത്രിക വേറെടുത്തിട്ട് ഇങ്ങനെ അയക്കിട്ട. ഇപ്പോൾ ജാതിപത്രിയും ജാതി കണ്ടില്ലേ. ഈ ജാതിപത്രിക എന്ന് പറഞ്ഞാൽ ഇതൊരു കിലോക്ക് 3000 രൂപ 2500 രൂപ വില ഉണ്ടാവും. ഇതൊരു 350 രൂപ 400 രൂപേൻ്റെ അടുത്ത് ഇത് വില വരും ജാതിക്ക. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഇതിനെ ഓട് പൊട്ടിച്ചിട്ട് അതിൻ്റെ പരിപ്പ് എടുക്കണം. ഇത് പിന്നെ ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെ മന്തി ഇതുപോലത്തെ എല്ലാ സാധനത്തിനും കൂട്ടുന്ന സാധനമാണ് ജാതിക്ക, ജാതിപത്രിയൊക്കെ. എല്ലാ മസാലക്കടയിലും കിട്ടുന്ന സാധനമാണ് അത്. മനസ്സിലല്ലോ. ഇത് ഇനി വെയിലത്തിട്ട് ഉണക്കണം. അതുകൊണ്ട് ഉണക്കിയിട്ട് ഇതിനെ കുലുങ്ങിന രൂപത്തിലാക്കണം. അപ്പോൾ ജാതിക്കനെ പറ്റി എല്ലാവർക്കും മനസ്സിലായതോ. ജാതിക്ക എന്താണ്, ജാതിമരം എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നമസ്കാരം.